അപ്പോൾ ഗായ്സ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബീച്ച്, ഇളങ്കുന്നപ്പുഴ ബീച്ച്. നോർമലി ഈ ബീച്ചിന് 2 എൻട്രി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഒന്നാമത്തെ എൻട്രി. പിന്നെ അപ്പുറത്തൊരു എൻട്രി വരുന്നുണ്ട്, അതൊരു അഡ്വഞ്ചർ പിടിച്ചൊരു എൻട്രി ഉണ്ട് ഗൈസ്. നമുക്ക് ഇതിലെന്തായാലും ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ചൂടത്തുനിന്ന് ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ഒരു തണുത്ത കാറ്റിങ് വീശും. നൈസാണ്. കണ്ടോ, ഇത് ഒരു വിശാലമായൊരു ബീച്ചാണ്. അപ്പോൾ നമ്മളിവിടെ കയറി വരുമ്പോൾ കാണുന്നത് കുറേ അധികം വഞ്ചികളാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ കുറേ അധികം മരങ്ങൾ കാണാം. നമുക്ക് നോർമലി വിശ്രമിക്കാനാണെങ്കിൽ ആ മരങ്ങൾ മതിയാകും. ഇപ്പോൾ കപ്പിൾസിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും സായാഹ്നങ്ങളിൽ വന്ന് വിശ്രമിക്കാൻ പറ്റിയൊരു ഇടമാണ്. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എൻട്രി. ഇതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു എൻട്രി ഉണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞത്. അപ്പോൾ അഡ്വഞ്ചർ ബീച്ച് പോലെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അഡ്വഞ്ചർ എൻട്രിയിലോട്ട് കൂടെ പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞ അഡ്വഞ്ചർ എൻട്രി ഇതാണ് കേട്ടോ. നമ്മൾ നേരെയുള്ള ആ മെയിൻ എൻട്രിയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ടേൺ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അംഗൻവാടിയൊക്കെ ഉണ്ട്. അവിടുന്ന് നേരെ തിരിഞ്ഞ് വരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ വഴി കണ്ടോ. ഈ കല്ലേ കൂടി കയറി പോകുന്നതാണ് നമ്മുടെ മറ്റേ റൂട്ട്. അപ്പോൾ നമുക്കത് പോയി നോക്കാം. കമോൺ. നമ്മൾ നേരത്തെ അവിടെ കയറിയതിനേൽ ഫീലാണ് കേട്ടോ ഇവിടെ കയറാനായിട്ട്. എന്താ വെച്ചാൽ ഇവിടെ കുറേ മരങ്ങൾ നിൽപ്പുണ്ട്. ഈ മരങ്ങളുടെ ഇടക്കൂടെയുള്ള കാറ്റും എല്ലാം അടിപൊളിയാണ്, കിടക്കാൻ വൈബാണ്. കപ്പിൾസിനൊക്കെ പറ്റിയ സ്പോട്ടാണ് ഗൈസ്. കപ്പിളൊക്കെ ആയിട്ട് വരുവാണെങ്കിലും ഫാമിലി ആയിട്ട് വരുവാണെങ്കിലും ഇതിലേ നമ്മൾ കുറച്ചേരം ഇവിടെ വിശ്രമിക്കാം. അത് കഴിഞ്ഞ് നേരെ കാണുന്നത് ബീച്ചുമാണ് കേട്ടോ. പിന്നെ നോർമലി നമുക്ക് കല്യാണ ഷൂട്ടിങ് അതേപോലെയുള്ള വീഡിയോസും അതേപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ റീൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് കാറ്റാടി പോലത്തെ സെറ്റപ്പിലുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് നിന്ന് ഷൂട്ട് ചെയ്യാനും നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ പൊതുവെ അറിയപ്പെടാത്ത ബീച്ചാണ് കേട്ടോ. നമുക്ക് നോർമലി വരുന്നത് ചെറായി ബീച്ച്, ഫോർട്ട് കൊച്ചി ബീച്ച്, പിന്നെ ഫാൽക്കൺ ബീച്ച്. ഇപ്പോൾ നമുക്ക് നോർമലി ഇവിടെ കൂടുതലും കപ്പിൾസാണ് വരുന്നത്. ഇനി നമ്മുടെ വീഡിയോ കണ്ടവിടെ എല്ലാവരും വരിക ഗൈസ്, എൻജോയ് ചെയ്യുക ഇവിടെ. അപ്പോൾ ഗൈസ് നമ്മളിത് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവിടെ കുറേ മരങ്ങളുണ്ട് കേട്ടോ. അതിനിടക്കോട്ട് നോക്കിയേ ഇതേപോലെ കുറേ ടയറും കയറും കൂടെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കൊച്ചുങ്ങളായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ കുറേ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ കുറച്ച് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ എൻജോയ് ചെയ്യാം. പിന്നെ ഇവിടെ കുറേ കസേരകൾ പോലത്തെ സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. നേരെയുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഗൈസ് നമുക്ക് സൺസെറ്റ് കാണണോ നേരെ ഇവിടെ വന്നിരുന്നാൽ മതി. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ പറഞ്ഞ ബീച്ച്. സംഭവം എങ്ങനെയുണ്ട്? ഇവിടെ വന്നാൽ ഇങ്ങനെ കളിക്കുകയും ചെയ്യാം, എന്തും കളിക്കാൻ കിടന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇന്നും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ എന്തെങ്കിൽ അടുത്ത ബീച്ച് കാണാം. ഓക്കെ ബൈ.